നമസ്കാരം. സന്ദേശം എന്ന സിനിമയിൽ ശ്രീനിവാസൻ പറയുന്ന ഒരു വിഖ്യാതമായ ഡയലോഗുണ്ട്. പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത് എന്ന് പറയുന്ന ഒരു ഡയലോഗ് നമുക്കറിയില്ലേ. നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ കളിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കായി അത് മാറിയിട്ടുണ്ട്. അതായത് പോളണ്ട് അങ്ങനെ ഒരു രാഷ്ട്രമാണ്, അവിടെ എന്തോ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമുണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു വസ്തുത അതിനെക്കുറിച്ച് പറയാറുണ്ട്. എന്താണത് എന്ന് ഞാൻ ആദ്യം പറയാം. രണ്ടാം ലോക മഹായുദ്ധാനന്തരം സോഷ്യലിസ്റ്റ് രാജ്യമായി മാറിയ പോളണ്ടിനെ ഏറെക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നയിച്ചത്. ഈ ഘട്ടത്തിലാണ് ജനങ്ങൾക്കിടയിലെ അതൃപ്തി ഉപയോഗിച്ച് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ട്രേഡ് യൂണിയനായ സോളിഡാരിറ്റി ശക്തരായത്. 1980 രൂപം കൊണ്ട ഈ സംഘടനയുടെ നേതാവ് ലെക്ക് വലേസ എന്ന നേതാവ് പിന്നീട് അമേരിക്കൻ പിന്തുണയോടെ പോളണ്ടിൽ അധികാരത്തിലെത്തി. അങ്ങനെ 1990 ഡിസംബർ 22 പോളണ്ടിൻ്റെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ നിഷ്കാസനം ചെയ്ത് ലെക്ക് വലേസ പാശ്ചാത്യ ശക്തികളുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരിച്ച് അധികാരത്തിൽ എത്തി. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ മാനസപുത്രനായിരുന്നു ലെക്ക് വലേസ. ലെക്ക് വലേസയുടെ സ്ഥാനാരോഹണം ലോകമെങ്ങും വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ടു, പ്രചരിപ്പിക്കപ്പെട്ടു. പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് തകർച്ചയായി അത് വ്യാഖ്യാനിക്കപ്പെട്ടു. വലേസ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട് മാസങ്ങൾക്കുള്ളിലാണ് സന്ദേശം സിനിമ കേരളത്തിൽ എത്തുന്നത്, മലയാളത്തിൽ ഒരു വലിയ ഹിറ്റായി മാറുന്നത്. ലോകമെങ്ങുമുള്ള കമ്മ്യൂണിസ്റ്റുകൾ പോളണ്ടിനെ ചൊല്ലി അനുഭവിക്കുന്ന സംഘർഷത്തെ സിനിമയിൽ പരിഹസിച്ചു. കമ്മ്യൂണിസ്റ്റുകാർക്കാകെ പൊള്ളുന്ന പരിഹാസം, കാരണം അവിടെ തകർന്നിരിക്കുകയാണല്ലോ. സിനിമയിലെ കമ്മ്യൂണിസ്റ്റ് ഛായയിലൊരുക്കിയ ശ്രീനിവാസൻ്റെ കഥാപാത്രം പരിഹാസത്തെ പ്രതിരോധിക്കാൻ പറയുന്ന വാക്കാണ് പോളണ്ടിനെ പറ്റി ഒരക്ഷരം പറയരുത് എന്ന്. സിനിമ സന്ദേശം റിലീസായി വിജയിച്ചു, വലിയ സംഭവമായി, അത് അതിൻ്റെ വഴിക്ക് പോയി. എന്നാൽ പോളണ്ടിൻ്റെയും ലോകത്തിൻ്റെയും ചരിത്രം പക്ഷേ മാറി. അത് കേരളത്തിൽ ചിലരൊന്നും അറിഞ്ഞതേയില്ല. അവരിപ്പോഴും കമ്മ്യൂണിസ്റ്റുകളെ കളിയാക്കുന്നതിനെ, ട്രോളുന്നതിനെ, പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത് എന്ന പ്രയോഗം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് മാത്രം. ചരിത്രം അങ്ങനെ ആയിരുന്നുമില്ല. യഥാർത്ഥത്തിൽ ആ പ്രയോഗം ഇന്നുണ്ടാക്കുന്ന വികാരം മറിച്ചാണ്. പോളണ്ടിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ്. കാരണം പോളണ്ടിൽ അധികം വൈകാതെ ഭരണമാറ്റം ഉണ്ടായി. അന്ന് തകർച്ചയുണ്ടായി, കമ്മ്യൂണിസ്റ്റുകൾ തലകുനിച്ച് നടന്നെങ്കിലും പിന്നീട് തിരിച്ചു സംഭവിച്ചു. രാജ്യമാകെ വെറുത്തുപോയ ഒരു ഭരണാധികാരിയായി ലെക്ക് വലേസ മാറിയിരുന്നു, വലതുപക്ഷത്തിൻ്റെ നായകൻ. 5 വർഷം കഴിഞ്ഞ് 1995 നടന്ന തെരഞ്ഞെടുപ്പിൽ പോളിഷ് ജനതയൊന്നാകെ ലെക്ക് വലേസയ്ക്കെതിരെ വിധിയെഴുതി. യുവ കമ്മ്യൂണിസ്റ്റ് നേതാവായ അലക്സാണ്ടർ ക്വാസിനിയേവ്സ്കി പുതിയ പ്രസിഡന്റായി സ്ഥാനമേൽക്കുകയും ചെയ്തിരുന്നു. ലെക്ക് വലേസയാണെങ്കിൽ ജനപിന്തുണയില്ലാതെ സ്വന്തം പാർട്ടി ഉണ്ടാക്കി പെരുവഴിയിലും ആയി. വർഷങ്ങൾക്ക് ശേഷം ലോകത്തിലെ പട്ടിണിക്ക് പരിഹാരം കമ്മ്യൂണിസമാണ് എന്ന് ലെക്ക് വലേസ തന്നെ തിരുത്തി പറയുകയും ചെയ്തു. എന്നാൽ ലെക്ക് വലേസയ്ക്ക് ശേഷം പോളണ്ടിന് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ മലയാളികൾ അറിഞ്ഞില്ല. ഇപ്പോഴും പോളണ്ടിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്ന് കാര്യമറിയാതെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. ഒരു സമകാലിക രാഷ്ട്രീയ പ്രയോഗത്തെ ചരിത്രത്തിൻ്റെ മാറ്റം ഉൾക്കൊള്ളാതെ സംഭാഷണത്തിൽ തുടർന്നും കൊണ്ടു നടക്കുന്ന സമൂഹത്തെ തിരിച്ചറിവിന് പ്രേരിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് ഈ പറഞ്ഞത്. പോളണ്ടിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്ന് യഥാർത്ഥത്തിൽ ഇപ്പം വലതുപക്ഷവാദികളാണ് പറയേണ്ടിയിരുന്നത്. മരണം കാത്ത് ദൈവങ്ങൾ എന്ന പുസ്തകത്തിൽ എം സ്വരാജ് ഈ കഥ പറയുന്നുണ്ട്. ഇപ്പോൾ എന്താണ് പോളണ്ടിൽ, സന്ദേശത്തിന് ശേഷം എന്താണ് പോളണ്ടിൽ, നമ്മൾ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, യഥാർത്ഥത്തിൽ പരിഹസിക്കപ്പെടുന്നത് ആരാണ് എന്നുള്ള കാര്യം. പോളണ്ടിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്ന ലേഖനം പ്രത്യേകമായി അതിലുണ്ട്. അത് ഞാൻ ആദ്യം എടുത്തു പറഞ്ഞു എന്ന് മാത്രം. എം സ്വരാജിൻ്റെ മരണം കാത്ത് ദൈവങ്ങൾ എന്ന ഈ പുസ്തകം വലിയ നിരീക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ചരിത്രം ഒരു ജഡവസ്തുവല്ലെന്നും അത് മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ബോധ്യപ്പെടുത്തുകയും നമ്മൾ ആർജിച്ച മൂല്യത്തെ സമകാലിക മാറ്റങ്ങളെ ചേർത്ത് വെച്ച് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യണമെന്നുള്ള മുന്നറിയിപ്പ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം നമുക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ്. DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം സമകാലിക രാഷ്ട്രീയ വിശകലനങ്ങൾ എന്ന നിലയിൽ ഇതിനെ പരിശോധിക്കുമ്പോൾ തന്നെ ചരിത്രത്തിൻ്റെ പിൻബലം ഈ പുസ്തകത്തിലെ ഓരോ ലേഖനത്തിനുമുണ്ട്. സ്വരാജിൻ്റെ ചിന്തകൾ, രാഷ്ട്രീയ വിചാരങ്ങളിലൂടെയുള്ള സഞ്ചാരം, ഒപ്പം മാധ്യമ വിചാരം, നമ്മുടെ സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളെ ഒരു യുവാവ് എങ്ങനെ സമീപിക്കുന്നു എന്നുള്ള പല രീതിയിലുള്ള ലേഖനങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. സത്യാനന്തര കാലത്തെ പ്രതിരോധത്തിൻ്റെയും അത് എങ്ങനെ മുന്നോട്ട് നീക്കണം എന്നുള്ളതിനെയും കുറിച്ചുള്ള ഗൗരവമുള്ള ചിന്തകളാണ്. ഉദാഹരണത്തിന് ചുംബനത്തെക്കുറിച്ചല്ല, ചുംബന സമരത്തെക്കുറിച്ച് എന്ന ലേഖനം എടുത്തു നോക്കുക. ചുംബന സമരം കേരളത്തിലെ സാമൂഹ്യ പരിതസ്ഥിതിയിൽ വലിയ സ്വാധീനം ചെലുത്തിയ, അല്ലെങ്കിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രതിരോധമായിരുന്നു ഒരു ദശകം മുമ്പ്. സദാചാര പോലീസിങ്ങിൻ്റെ ക്രൂരമുഖം അനാവരണം ചെയ്യപ്പെട്ട ഒരു പ്രതിരോധം. അന്ന് സ്വരാജിൻ്റെ സംഘടന DYFI ചുംബന സമരത്തിൻ്റെ മുദ്രാവാക്യത്തെ പിന്തുണച്ചിരുന്നു. അതിൻ്റെ പരിഹാസം പിന്നെയും ഇപ്പോഴും അവർ കേൾക്കുന്നുമുണ്ട്. സമരത്തിനൊപ്പം ചേരുകയോ അവരുടെ സമര കോലാഹലങ്ങളിൽ പങ്കാളിത്തം വഹിക്കുകയോ ചെയ്തില്ല. അതിനും അന്ന് വിമർശനം ഉണ്ടായിരുന്നു. എന്തായാലും ചുംബന സമരക്കാർക്കെതിരായ ആക്രമണങ്ങൾക്കെതിരെ നിലകൊണ്ടു അന്ന് DYFI. എന്നാൽ അക്കാലത്തും പിന്നീടുള്ള സമയങ്ങളിലും ഉയർന്നു വന്ന ഏറ്റവും വലിയ ആരോപണം DYFI ഈ സമരത്തിൽ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നുള്ള ഒരാരോപണമായിരുന്നു.
അതിന് ഈ ഒരു ലേഖനത്തിലെ വിപുലമായ പരിശോധനകളിലൂടെ സ്വരാജ് മറുപടി പറയുന്നുണ്ട്. അതിൻ്റെ ചില ഭാഗം ഇങ്ങനെ വായിക്കാം. ജനങ്ങളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളിൽ ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ട്. അതിനിടയിൽ നിങ്ങളെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ അവരെ പ്രതിരോധിക്കാനും ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ടാകും. നിങ്ങൾ ഞങ്ങളെ എത്ര തെറി വിളിച്ചാലും നിങ്ങളെ ആക്രമിക്കുന്നവർക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകില്ല. അത് നിങ്ങളുടെ സമരരീതിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങൾ തീരുമാനിച്ച ഒരു സമരത്തെ ഞങ്ങൾ ഏറ്റെടുക്കണമെന്ന് വാശി പിടിക്കുകയും ചെയ്യരുത്. ആരെങ്കിലും ഏറ്റെടുത്തില്ല എങ്കിൽ തീരെ വയ്യ എന്നാണെങ്കിൽ ഇതങ്ങ് അവസാനിപ്പിക്കുക. ഇതാണ് സ്വരാജ് പറയുന്നത്. അന്ന് ബുദ്ധിജീവികൾ പല ആളുകളും DYFI ആ സമരം ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ബഹളുണ്ടാക്കിയിരുന്ന കാര്യം ഓർമ്മിക്കുക. മറ്റൊരു സംഭവമാണ് DYFIയുടെ ബീഫ് ഫെസ്റ്റിവൽ എന്ന ഒരു സമരരൂപം. ആ സമരരൂപം സംഘപരിവാർ അനുകൂലികളിൽ വലിയ പരിഹാസങ്ങളുണ്ടാക്കി അവർ അതിന് തിരിച്ചടികൾ നൽകുന്നതിന് രംഗത്തിറങ്ങി. സംഘർഷ സാഹചര്യങ്ങൾ തന്നെ ഉണ്ടായി. ഈ സമരം വ്യാപകമായി കൊണ്ടാടിയിരുന്നു. മലപ്പുറത്ത് റംസാൻ കാലത്ത് കടകളടച്ചുള്ള സമ്പൂർണ്ണ ഹർത്താലിന് സമാനമായ സാഹചര്യം ചൂണ്ടിക്കാണിച്ച് അന്ന് ഹമീദ് ചേന്നമംഗലൂർ ഉയർത്തിയ വിമർശനങ്ങൾക്ക് മറുപടി എന്നോണമാണ് ബീഫ് ഫെസ്റ്റിവൽ ഒരു സമരമാണ് എന്ന ലേഖനം, ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ച ലേഖനം സ്വരാജ് എഴുതിയത്. അതിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അഫ്ഗാനിസ്ഥാനിലെ ഒരു മതനിരപേക്ഷവാദി താലിബാനെയാണ് എതിർക്കേണ്ടത് എന്നതുപോലെ ഇന്ത്യൻ സെക്യുലറിസ്റ്റിൻ്റെ ആദ്യത്തെ ആകുലത RSSനെ കുറിച്ചാണ്. ഇത് മനസ്സിലാക്കാതെയുള്ള എല്ലാ വാചാടോപങ്ങളും RSSനെ ഹരം കൊള്ളിക്കും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് ഹമീദ് മാഷ് സൂചിപ്പിച്ചതുപോലെ നാളെ ഒരു കഞ്ഞി ഫെസ്റ്റിവൽ നടത്താനെങ്കിലും നമ്മളൊക്കെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പുവരുത്താൻ ഇന്ന് ഒരു ബീഫ് ഫെസ്റ്റിവൽ നടത്തിയേ പറ്റൂ. താൻ നേതൃത്വത്തിലിരിക്കെ നടത്തപ്പെട്ട സമരങ്ങളുടെ സാധ്യതകൾ ഇഴകീറി പരിശോധിക്കുക കൂടി ചെയ്യുന്നുണ്ട് സ്വരാജ് ചില ലേഖനങ്ങളെ ഈ പുസ്തകത്തിൽ. അതോടൊപ്പം തന്നെ ആ സമരങ്ങൾ കേരള സമൂഹത്തോട് എന്താണ് സംവദിച്ചത് എന്നും അതിൻ്റെ അനന്തര ലക്ഷ്യങ്ങൾ എന്തായിരുന്നുവെന്നും ആശയവ്യക്തതയോടെ അദ്ദേഹം എഴുതുകയും ചെയ്യുന്നുണ്ട്. നുണയിൽ മുക്കിയ ചതി, DYFI പ്രവർത്തകരുടെ കൊലപാതകത്തിൽ ന്യായീകരണവുമായി ചാനൽ ചർച്ചകളിലെത്തിയ കോൺഗ്രസ് നേതാക്കളുടെ നിലപാടുകളെ കടുത്ത ഭാഷയിൽ വൈകാരികതയോടെ തന്നെ ഖണ്ഡിക്കുന്ന ഒരു കുറിപ്പാണ്. മുഖ്യമന്ത്രിയുടെ കാറും ധൂർത്തുമെന്ന വാർത്തകളെ മുൻനിർത്തിയുള്ള ചിന്ത. കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെടുന്ന മാധ്യമങ്ങൾ എന്ന ലേഖനത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ദേശീയ ചാനലുകൾ നിർവഹിക്കുന്ന BJP സഹായ പദ്ധതിയെ ഇഴകീറി പരിശോധിക്കുകയാണ്. അതോടൊപ്പം കേരളത്തിലെ മാധ്യമങ്ങളുടെ നിലപാടിനെതിരെ വിമർശനത്തിൻ്റെ അമ്പുകൾ എയ്യുകയും ചെയ്യുന്നു. സമീപകാലത്ത് ചർച്ചയായി ഉയർന്നു വന്ന മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം എന്ന പ്രശ്നം ലേഖനം എഴുതിയ കാലത്തും ചാനലുകളിൽ വലിയ ചർച്ചയായിരുന്നു. എല്ലാ കാലത്തും ചർച്ചയാണ് ഇടക്കിടക്ക്. അതിനെക്കുറിച്ച് സ്വരാജ് വിമർശനാത്മകമായി പരാമർശിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: കേരളത്തിൽ LDF ഭരിക്കുമ്പോൾ സർക്കാരിന് വേണ്ടി പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതും വാർത്തയാകും. തമിഴ്നാട്ടിലെ മന്ത്രി KN നെഹ്റു കോടികൾ വിലയുള്ള ലാൻഡ് ക്രൂയിസർ വാങ്ങിയതിനെക്കുറിച്ച് മാതൃഭൂമി ആവേശപൂർവ്വം റിപ്പോർട്ട് ചെയ്തു. എങ്ങനെയാണെന്നറിയോ? ഇന്ത്യൻ വിപണിയിൽ ഉപയോഗിക്കും മുമ്പ് ഒരു വാഹനം ഇന്ത്യയിൽ ഉപയോഗിക്കാൻ ഒരു റേഞ്ചൊക്കെ വേണം എന്നുള്ള പ്രയോഗത്തോടെയാണ്. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലേക്ക് പുതിയൊരു കാർ വന്നു ഒരിക്കൽ. അന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്: പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലേക്ക് ഒരു കിടിലൻ SUV കൂടി എന്നാണ്. എന്നാൽ കേരള മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ ഒരു കാർ വാങ്ങിയപ്പോൾ കൊടുത്ത തലക്കെട്ട് എന്താണ്? കടക്കെണിയിൽ ധൂർത്തിൻ്റെ കാർണിവൽ എന്നായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഇരട്ടത്താപ്പിനെ സ്വരാജ് ചോദ്യം ചെയ്യുന്നത് ഈ ലേഖനത്തിൽ സമഗ്രമായ പരിശോധനകളിലൂടെയാണ്. അതുപോലെ EDയുടെ നിലപാടും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പല സമയത്തെ നിലപാടുകളും വിവിധ സമയത്തെ വാർത്തകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഖണ്ഡിതമായി വിമർശിക്കുന്നു. മറ്റൊരു പ്രശ്നം, വധശിക്ഷ എപ്പോഴും കമ്മ്യൂണിസ്റ്റുകളെ കുഴപ്പത്തിലാക്കുന്നതാണ്. ആ ഒരു പ്രാകൃത ശിക്ഷാരീതിക്കെതിരായ നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ബോംബെ സ്ഫോടന കേസിലെ പ്രതി യാക്കൂബ് മേമനെ തൂക്കിലേറ്റിയ സമയത്താണ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വധശിക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നത്. അന്ന് സ്വരാജ് എഴുതിയ വധം എന്ന കുറ്റവും വധം എന്ന ശിക്ഷയും എന്ന ലേഖനം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. ഈ പുസ്തകത്തിൽ വധശിക്ഷയെക്കുറിച്ചുള്ള ഗാംഭീര്യമുള്ള ചിന്തയാണ് ആ ലേഖനം ഉയർത്തുന്നത്. അതിനെക്കുറിച്ചുള്ള ചിന്തകളുടെ ഒടുവിൽ സ്വരാജ് അവതരിപ്പിക്കുന്ന ഒരാശയം, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും ഇടതുപക്ഷ പാർട്ടികളുടെയും ഒക്കെ ആശയം, അത് ശ്രദ്ധേയമാണ്. കുറ്റകൃത്യങ്ങളെയാണ് വെറുക്കേണ്ടത്, കുറ്റവാളിയെ അല്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് ഗാന്ധിജിയാണ്. എന്നാൽ ഇന്നത്തെ നീതിന്യായ സംവിധാനങ്ങളിൽ നിന്ന് അത്തരമൊരു സമീപനം ഉണ്ടാകണമെങ്കിൽ കൊളോണിയൽ മുഖമുള്ള നമ്മുടെ നിയമങ്ങളെ ആധുനിക സമൂഹത്തിന് അനുസൃതമായി നവീകരിക്കണം. അതിനുള്ള ഇച്ഛാശക്തി ഭരണകൂടത്തിന് ഉണ്ടാകണം. തൊട്ടു പിന്നാലെ ആത്മഹത്യയുടെ സാമൂഹ്യ കാരണങ്ങൾ പരിശോധിച്ചുകൊണ്ടൊരു കുറിപ്പുണ്ട്. കഥാവിശേഷൻ എന്ന TV ചന്ദ്രൻ ചിത്രത്തിലെ നായകൻ ആത്മഹത്യ ചെയ്യുന്നതിലെ സാമൂഹ്യ സാഹചര്യങ്ങളെയും രോഹിത് വെമുലയുടെ ആത്മഹത്യയെയും ചേർത്ത് വെച്ച് ചിന്തോദ്ദീപകമായ ഒരു പഠനം നടത്തുകയാണ് സ്വരാജ് ആ കുറിപ്പിൽ. പാതി വഴിയിൽ യാത്ര മതിയാക്കുന്നവർ എന്ന ലേഖനത്തിലാണ് അത് എഴുതുന്നത്. കഥയുടെ രാഷ്ട്രീയം ഫുട്ബോൾ കാണാൻ മാത്രമുള്ളതല്ല. T പത്മനാഭൻ എന്ന ഭീകരൻ
ചില തിരസ്കാരങ്ങളെക്കുറിച്ച്, മരണം കാത്ത് ദൈവങ്ങൾ, സിദ്ധന്മാർ വാഴുന്ന കേരളം, രക്തസാക്ഷി മരിക്കില്ല, തോൽക്കുകയുമില്ല തുടങ്ങി ലേഖനം എന്നതിന് ഉപരി രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെ സാമൂഹ്യശാസ്ത്ര ബോധത്തോടുകൂടി പരിശോധിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. സ്വരാജിൻ്റെ ആദ്യ പുസ്തകം പൂക്കളുടെ പുസ്തകം എന്ന പേരിലാണ് പുറത്തിറങ്ങിയത്. പൂക്കളിലൂടെ ലോകത്തെ കണ്ട ഒരു പുസ്തകമായിരുന്നു അത്. അടിസ്ഥാന രാഷ്ട്രീയ ബോധത്തെ ലയിപ്പിച്ചു ചേർത്ത് പൂക്കളിലൂടെ നടത്തിയ ഒരു സഞ്ചാരം. എന്നാൽ മരണം കാത്ത് ദൈവങ്ങൾ എന്ന ഈ പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ വർത്തമാനകാല രാഷ്ട്രീയ പരിസരത്തിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ കാഴ്ചയെ സന്നിവേശിപ്പിച്ച് സ്വരാജ് നടത്തുന്ന നേരിട്ടുള്ള നിരീക്ഷണങ്ങളാണ് അവതരിപ്പിക്കപ്പെടുന്നത്. പൂക്കളുടെ പുസ്തകത്തിൽ ദമിതമായി പറഞ്ഞ അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ച് പറഞ്ഞ രാഷ്ട്രീയത്തെ പ്രത്യക്ഷ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളായി ആവിഷ്കരിക്കുന്നു എന്ന വ്യത്യാസം ഈ പുസ്തകത്തിനുണ്ട്. സ്റ്റാലിനും ലെക് വലേസയും ചുംബന സമരവും തുടങ്ങി കേരളവും ലോകവും ചർച്ച ചെയ്ത വിഷയങ്ങൾ പാരായണക്ഷമതയോടെ തന്നെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അതാണ് സ്വരാജിൻ്റെ എഴുത്തിൻ്റെ സവിശേഷത. ഒരിക്കൽ സ്റ്റാലിൻ മൊളട്ടോവിനോട് ചോദിച്ചു അത്രേ, എൻ്റെ മരണാനന്തരം എന്താണ് സംഭവിക്കുക എന്ന് അറിയാമോ? മൊളട്ടോവ് മറുപടി പറയും മുമ്പ് സ്റ്റാലിൻ പറഞ്ഞു, എൻ്റെ ശവകുടീരത്തിന് മുകളിൽ നുണകളുടെ ഒരു കൂമ്പാരം കുന്നുകൂടും. പക്ഷേ ചരിത്രത്തിൽ ആഞ്ഞു വീശുന്ന സത്യത്തിൻ്റെ കാറ്റിൽ ആ നുണകളുടെ കൂമ്പാരം തകർന്നു പോവുക തന്നെ ചെയ്യും എന്ന്. അനന്തരം അവർ സ്റ്റാലിനെ തേടി ഇറങ്ങി എന്ന ലേഖനത്തിൽ സ്വരാജ് ഈ സംഭാഷണം ഉദ്ധരിക്കുന്നുണ്ട്. ചരിത്രത്തിൽ പല രീതിയിൽ വ്യാഖ്യാനത്തിന് വിധേയമാക്കപ്പെട്ട സംഭവങ്ങളെ തൻ്റെ നിരീക്ഷണ പാടവത്തിലൂടെ ആർജിച്ച അറിവുകളിലൂടെ സാമൂഹ്യ സാഹചര്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പുനരവതരിപ്പിക്കുകയാണ് സ്വരാജ്. അതിൽ സത്യത്തിന് വേണ്ടി ജ്വലിക്കുന്ന ഒരു തൂലിക ഉണ്ട്. സ്റ്റാലിനെക്കുറിച്ച് പറഞ്ഞു കേട്ട കഥകളുടെ പിന്നാമ്പുറമാണ് ആ ലേഖനത്തിൽ അവതരിപ്പിക്കുന്നത്. അതുപോലെ ആവർത്തിച്ച് കേട്ട പലതും കെട്ടുകഥകളാണ് എന്നും ചെറിയ ചെരുവുകളിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഏങ്കോണിപ്പുള്ള വാർത്തകളാണ് എന്നും സത്യാനന്തര കാലം ഇങ്ങനെയാണ് എന്നും സ്വരാജ് സമർത്ഥിക്കുന്നുണ്ട്. അതിലൂടെ പുതിയ കാര്യം അവതരിപ്പിക്കുകയും ചെയ്യുന്നു അദ്ദേഹം. വിജ്ഞാനത്തിനൊപ്പം സ്വന്തം രാഷ്ട്രീയ കാഴ്ചയുടെ പ്രഭയും വിളക്കി ചേർത്ത സ്വരാജിൻ്റെ ലേഖനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പുതിയൊരു വെളിച്ചം കിട്ടും. കാഴ്ചയെ കൂടുതൽ തെളിച്ചമുള്ളതാക്കാൻ സഹായിക്കുന്ന പുസ്തകമാണ് മരണം കാത്ത് ദൈവങ്ങൾ എന്നത് ഉറപ്പാണ്. ഇതിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രസക്തമാണ് എന്നുള്ളത് കൂടിയുണ്ട്. നന്ദി, നമസ്കാരം.